ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അക്കോമഡേഷൻ ടൂറാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സ്ഥലം മാത്രമല്ല, എൻ്റെ റൂമും ഞാൻ ഒരു ഷെയർഡ് അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആ മൊത്തം അപ്പാർട്ട്മെൻറ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഒത്തിരി പേരായി ചോദിക്കുന്നത് എങ്ങനെയാണ് ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണോ താമസിക്കണേന്ന്. അപ്പോൾ വീഡിയോ എന്തായാലും കാണാം. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇവിടെ എങ്ങനെ അക്കോമഡേഷൻ കിട്ടണേന്ന്. അപ്പോൾ അതിനുള്ള ഉത്തരം അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞാൻ പറയണതായിരിക്കും എങ്ങനെയാണ് എനിക്ക് അക്കോമഡേഷൻ കിട്ടിയെന്നുള്ളത്. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ സിറ്റി സെൻറ്ററിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ മുതലേ കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളെ. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് കമ്പാരിറ്റീവ്ലി തണുപ്പ് കുറവുള്ളൊരു ദിവസമാണ്. അതാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഉച്ചയ്ക്ക് തൊട്ട് ചെറിയ വെയിലൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ തണുപ്പത്ത് പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ എന്തായാലും അധികം കഥയൊന്നും പറയണില്ല. ഞാനെന്തായാലും അപ്പാർട്ട്മെൻറ്റ് ടൂറ് കാണിച്ചു തരാം. ഇതാണ് ഫുൾഡ, ഒരു ചെറിയ സിറ്റിയാണ്. ഹെസൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണുള്ളത്. ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് അറൗണ്ട് 2 hours ജേണിയാണ് ഫുൾഡയിലേക്കുള്ളത്. അപ്പോൾ ഫുൾഡയുടെ സിറ്റി സെൻറ്ററാണ് ഇപ്പോൾ കാണുന്നത്. നമ്മുടെ DB ബസ് സ്റ്റോപ്പ് എല്ലാം അവിടെ തന്നെ ഉണ്ട്. പിന്നെ ക്ലോത്തിങ് സ്റ്റോർ, H&M, ന്യൂയോർക്കർ, പിന്നെ സൂപ്പർ മാർക്കറ്റ്, സ്കോഫ്ലാൻഡ് റിവ്, അങ്ങനെ എല്ലാം ഉള്ളൊരു കുഞ്ഞു സിറ്റി എന്ന് പറയാം. ആക്ച്വലി ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ, ഫുൾഡ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസ്. അപ്പോൾ അവിടെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഈ സിറ്റി സെൻറ്ററിൽ നിന്ന് ഒരു 10 minutes വാക്കുള്ള എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക്. അപ്പോൾ നമ്മൾ നടന്നിപ്പം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂവിലേക്ക് ഇപ്പം എത്തും. അപ്പോൾ ഈ സ്ട്രാസയിലാണ് എൻ്റെ അപ്പാർട്ട്മെൻറ്റ്. സോ ഞാൻ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഇനി കയറാം. അപ്പോൾ ഇവിടെ നമ്മുടെ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എത്ര പേരാണ്, ആരൊക്കെയാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കണേന്നുള്ളത്. അപ്പോൾ നമുക്കിനി അകത്തേക്ക് കയറാം. അപ്പോൾ അപ്പാർട്ട്മെൻറ്റ് 2nd floorലാണ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് വേണം 2nd floorൽ പോകാൻ. ലിഫ്റ്റൊന്നുമില്ല, ബട്ട് ഒരുമാതിരി വളഞ്ഞ സ്റ്റെപ്പുകളാണ്. അത് നോക്കി തന്നെ കയറണം. പിന്നെ നമ്മുടെ താഴത്തെ ഫ്ലോറിലാണെങ്കിലും ആരും താമസിക്കണമൊന്നുമില്ല. ആക്ച്വലി ഒരു ഡെൻറ്റിസ്റ്റാണ്, അത് നമ്മുടെ ലാൻഡ് ലോഡിൻ്റെ തന്നെ ഡോക്ടറിൻ്റെ ഡെൻറ്റിസ്ട്രിയാണ് ഉള്ളത്. സോ അപ്പം എൻ്റെ അപ്പാർട്ട്മെൻറ്റ് എത്തിയപ്പോൾ നമ്മൾ പുറത്ത് ജാക്കറ്റ്സ് ഇടാനുള്ളൊരു ഹോൾഡർ ഉണ്ട്. പിന്നെ ഷൂസ് വെക്കാനുള്ള ഷൂ റാക്കറും ഉണ്ട്. പിന്നെ ഒരു മിററും ഉണ്ട്, നമുക്ക് പോകുമ്പോൾ റെഡിയൊക്കെ ആയിട്ട് നോക്കിയിട്ടൊക്കെ പോകാൻ. ഇതൊക്കെയാണ് പുറത്തുള്ളത്. ഇനി നമുക്ക് അകത്തോട്ട് ചെല്ലാം. അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസാണുള്ളത്, എൻ്റെ റൂമൊക്കെ എങ്ങനെയാണ്, എല്ലാം ഞാൻ കാണിച്ചു തരാം. ഡോറ് തുറന്ന് അകത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ ഒരു കോമൺ സ്പേസാണ്. നമ്മൾ എല്ലാവരും ഇരുന്ന് ഒരുമിച്ച് ഫുഡ് കഴിക്കണതും സംസാരിച്ചിരിക്കുന്നതും ചെസ്സ് കളിക്കണതും എല്ലാം ഈ ഒരു സ്പേസിലാണ്. നമുക്ക് വേറൊരു കോമൺ സ്പേസ് ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെയാണ് നമ്മളെല്ലാവരും കൂടെ, ഒന്നല്ലെങ്കിൽ കിച്ചണിലായിരിക്കും എല്ലാവരും സംസാരിക്കുക, അല്ലെങ്കിൽ ഈ സ്പേസിൽ വന്നിരുന്നിട്ടായിരിക്കും എല്ലാവരോടും സംസാരിക്കുക. പിന്നെ ഈ ഫോട്ടോസൊക്കെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ ഫ്രണ്ട്സുകൾ വരുവാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഫോട്ടോ സ്പേസ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്ത് ഇവിടെ മൊത്തം ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ ഇവിടെ കുറേ നാളുകളായിട്ട് വന്നവരുടെ പിക്സൊക്കെയാണ് ഈ കാണുന്നത് മൊത്തം. ഇവിടെ 5 bedrooms ആണ് ഉള്ളത്. 5 പേര് താമസിക്കണമുണ്ട്. ഫസ്റ്റത്തെയാണ് എൻ്റെ റൂം. നമുക്കപ്പോൾ എൻ്റെ റൂമൊന്ന് കണ്ടിട്ട് വരാം. ഒരു ചെറിയ റൂമാണ്, 30 meter square ആണ് സൈസ് വരുന്നത്. നമ്മുടെ ഫർണിഷ്ഡ് ആയിട്ടാണ് നമുക്ക് റെൻ്റ്, അതായത് ഇതിലെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്കൊരു ബെഡ് ഉണ്ട്, 2 chairs ഉണ്ട്, പിന്നെ കുറേ കബേർഡ്സ് ഉണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടി ഇഷ്ടംപോലെ കബേർഡ്സ് ഉണ്ട്. ഇപ്പോൾ ബെഡിൻ്റെ അടിയിലാണെങ്കിലും കുറേ ഡ്രോയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ബാഗും കാര്യങ്ങളൊക്കെ അതിലേക്ക് വയ്ക്കാം. പിന്നെ ട്രോളിയൊക്കെ നമ്മൾ ഈ ഓപ്പൺ ആയിട്ടുള്ള സ്പേസിൻ്റെ അടിയിലൊക്കെയാണ് വെക്കണത്. കാരണം അല്ലാതെ ട്രോളി വയ്ക്കാൻ വേറെ സ്പേസ് ഇല്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ഡ്രസ്സസ് എല്ലാം വയ്ക്കാനൊരു വാർഡ്രോബ് സെപ്പറേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബ്രഷൊക്കെ ചെയ്യണമെങ്കിൽ സാധാരണത്തെ വീക്കിലൊക്കെ ഞാൻ കണ്ടേക്കണേ എല്ലാവരും കോമൺ ആയിട്ട് ടോയ്ലറ്റിൽ പോയിട്ടാണ് ബ്രഷൊക്കെ ചെയ്യൽ. ബട്ട് ഇവിടെ എൻ്റെ റൂമിൽ അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു വാഷ് ബേസിൻ ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അപ്പോൾ നമുക്ക് രാവിലെ എണീച്ചിട്ട് മീൻസ് അവിടെ കോമൺ ടോയ്ലറ്റിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ബ്രഷൊക്കെ ചെയ്യാം. അപ്പോൾ എൻ്റെ റൂമിൽ നിന്നുള്ള വ്യൂ ഇതാണ്. ഞാൻ വന്നപ്പോൾ ആദ്യം വിചാരിച്ചത് അപ്പുറത്തെ വീട്ടിൽ അമ്മൂമ്മയാണ് അവിടെ നിൽക്കണേന്നാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അതൊരു പ്രതിമയാണെന്ന്. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇവിടെ റൂം വന്ന് ജനൽ ഓർക്കുമ്പോൾ ഇതെന്താ അവിടുത്തെ അമ്മൂമ്മയാണോ എന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ പുറത്തേക്കുള്ള വ്യൂ. ഇത് നമ്മുടെ സ്ട്രാസ് തന്നെയാണ്, സിറ്റി സെൻറ്ററിൻ്റെ തന്നെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ഓപ്പോസിറ്റ് കിച്ചണാണ്. കിച്ചണിൽ ഇവിടെ കുറേ ഫോട്ടോസ് ഒട്ടിച്ചിട്ടുണ്ടാവും. ഇവിടുത്തെ ഓരോ മെമ്മറീസ്, ഇവിടെ താമസിച്ചവരുടെ മെമ്മറീസ് എല്ലാം ഷെയർ ചെയ്തിട്ട് കുറേ പിക്സ് കാണാം.
അപ്പോൾ നമ്മളിവിടെ ഇത് കോമൺ കിച്ചണാണ്, എല്ലാവരും കൂടെ യൂസ് ചെയ്യണത്. ഈ 5 പേർക്കും കൂടെ ഉള്ളൊരു കിച്ചണാണ്. ഇവിടെ ഓവൻ ഉണ്ട്, മൈക്രോവേവ് ഉണ്ട്, പിന്നെ ബ്രെഡ് ടോസ്റ്റർ ഉണ്ട്, പിന്നെന്താ കെറ്റിലുണ്ട് ചായ തിളപ്പിക്കാൻ. ഓൾമോസ്റ്റ് കുറേ പ്ലേറ്റ്സും ഗ്ലാസസും എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഒരു വിൻഡോ ഉണ്ട്. അപ്പോൾ നമ്മൾ വിൻഡോ ഓപ്പൺ ചെയ്തിട്ടായിരിക്കും കുക്ക് ചെയ്യുക, കാരണം ചെറിയ അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് സ്മെല്ലൊക്കെ കിച്ചണിൽ നിൽക്കും. പിന്നെ 3 ഫ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്പേസ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെയാണ് നമ്മൾ സാധനങ്ങൾ വെക്കണത്. പിന്നെ കോമൺ സാധനങ്ങൾ എല്ലായിടത്തും വെക്കും. പിന്നെ പാത്രങ്ങൾ കഴുകാൻ ഡിഷ് വാഷർ ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും അത് തന്നെയാണ് യൂസ് ചെയ്യൽ. ഇവരങ്ങനെ പാത്രം കഴുകി കാണൽ ഭയങ്കര കുറവാണ്. പിന്നെ അലക്കാൻ വാഷിംഗ് മെഷീൻ ഉണ്ട്, ഡ്രയർ ഉണ്ട്. പിന്നെ നമുക്ക് കബേർഡ്സ് ഉണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ. ഇപ്പോൾ സോൾട്ട്, പഞ്ചസാര, ഉപ്പ്, നമ്മുടെ മസാലപ്പൊടികളൊക്കെ. അപ്പോൾ ഓരോ ആൾക്കും ഓരോ കബേർഡാണ്. അപ്പോൾ നമ്മൾ അവിടെയാണ് സാധനങ്ങളൊക്കെ വെക്കണത്. പിന്നെ ബാക്കിയുള്ള കബേർഡ്സൊക്കെ കോമൺ ആണ്, അതായത് സ്പൈസസ്, അതായത് ഇവിടെ കുറേ സാധനങ്ങൾ ഇവർ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളത് സ്പ്ലിറ്റ് ചെയ്തായിരിക്കും ക്യാഷ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വേണ്ട സാധനങ്ങൾ ഇവിടെ എഴുതി വയ്ക്കും എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ. പിന്നെ കോമൺ യൂസിന് വേണ്ടി കുറേ പ്ലേറ്റ്സ്, ഗ്ലാസസ്, ബൗൾസ്, കപ്പ് എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ പാത്രങ്ങൾ കഴുകുകയാണെങ്കിൽ കഴുകി കഴിഞ്ഞിട്ട് അവിടെ ആയിരിക്കും വയ്ക്കണത് വെള്ളം പോകാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് താഴെ എടുത്ത് വയ്ക്കും. പിന്നെ ഇവർ കൂടുതലായിട്ട് കോഫി കുടിക്കണവരായതുകൊണ്ട് കോഫി മെഷീൻ ഉണ്ട്, പിന്നെ ബ്രെഡ് ടോസ്റ്റർ ഉണ്ട്, പിന്നെ കെറ്റിലുണ്ട് വെള്ളം ചൂടാക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഈ കുഞ്ഞടുക്കളയിലുള്ളത്. അടുക്കള ചെറുതാണ്, ബട്ട് ആവശ്യത്തിന് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. ഇതും ഒരു നോട്ടീസ് ബോർഡ് പോലത്തെ സംഭവമാണ്, കുറേ പിക്സും എല്ലാ സംഭവങ്ങളും പേസ്റ്റ് ചെയ്തേക്കണത്. പിന്നെ ഇനി 4 റൂമാണുള്ളത്. ഇത് റൂത്തിൻ്റെ റൂമാണ്. അവൾ മിഡ് വൈഫ് എന്ന് പറഞ്ഞ കോഴ്സാണ് പഠിക്കണത്. അപ്പോൾ റൂത്തിൻ്റെ പിക്സാണ് ഈ കാണുന്നത്. ഇവിടെ 5 പേര് താമസിക്കുന്നതുകൊണ്ട് തന്നെ 2 ബാത്റൂംസ് ഉണ്ട്. അത് ആക്ച്വലി ഭയങ്കര നല്ലതാണ്. ബാത്റൂം എന്ന് പറയുമ്പോൾ ആക്ച്വലി എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് തന്നെയാണ്, സെപ്പറേറ്റ് അല്ല. വാഷ്റൂമും ടോയ്ലറ്റും കുളിക്കാനും എല്ലാം ഒറ്റ ഇതിൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് ബാത്റൂം നമ്പർ 1. ഇനി മറ്റേത് അപ്പുറത്താണ്, ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് അടുത്ത ബാത്റൂം. സോ ഇവിടുത്തെ ടോയ്ലറ്റ്സിലൊന്നും ഇവർ വാട്ടർ അല്ല യൂസ് ചെയ്യണത്, ടിഷ്യൂ പേപ്പറാണ്. സോ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റ് വന്നപ്പോൾ. ഇതാണ് സെക്കൻഡ് ബാത്റൂം. സെയിം സ്ട്രക്ചർ തന്നെയാണ് രണ്ടും. അപ്പോൾ ബാക്കി 3 പേരുടെ റൂംസാണ് ഈ കാണുന്ന 3 റൂമുകൾ. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ വിരിച്ചിടാനുള്ള ക്ലോത്തിങ് സ്റ്റാൻഡും ചൂലും വാക്യൂം ക്ലീനറും മോപ്പും ടിഷ്യൂ പേപ്പറും എല്ലാം ഈ ഇവിടെയാണ് വെക്കണത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഫെസിലിറ്റീസ് എന്ന് പറയണത്. അപ്പോൾ ഒരാൾക്ക് റെൻറ്റ് വരണത് €380 ആണ് റെൻറ്റ് എന്ന് പറയണത് ഈ അപ്പാർട്ട്മെൻറ്റിൽ. ഓക്കെ, സോ ഒരു കാര്യം കൂടി ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, അപ്പാർട്ട്മെൻറ്റ്സും അക്കോമഡേഷനൊക്കെ എങ്ങനെയാണ് ഇവിടെ നമ്മൾ ജർമ്മനിയിൽ വന്നിട്ട് കിട്ടണേന്ന്. എനിക്ക് അക്കോമഡേഷൻ കിട്ടിയത് ഒരു ആപ്പ് ത്രൂ ആണ്. ഞാൻ ആ ആപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ വീഗ എന്നാണ് ആ ആപ്പിൻ്റെ പേര്. അതുപോലെ വേറെ കുറേ ആപ്സ് ഉണ്ട്, ബട്ട് എനിക്ക് ഇത് ത്രൂ 2 എണ്ണം കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. അതിലൊക്കെ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. അതായത് ഞാനിങ്ങനെ മൂവ് ചെയ്യാൻ ഇന്ന ഡേറ്റിന് മൂവ് ചെയ്യും ഇന്ന സിറ്റിയിലേക്ക്, അപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള അക്കോമഡേഷനൊക്കെ ഉണ്ടോയെന്ന് വെച്ചിട്ട് നമുക്ക് റിക്വസ്റ്റ് ഇടാം. അതുപോലെ തന്നെ അക്കോമഡേഷൻ ഓൾറെഡി അവിടെ ആരെങ്കിലും സബ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആരെങ്കിലും മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അതിൽ അവരുടെ ഓഫേഴ്സ് ഇടും. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവർക്ക് മെസ്സേജ് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാം. മെയിനായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സിറ്റി മുൻകൂട്ടി എന്തായാലും ആ സിറ്റിയിലേക്ക് വരികയാണെന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അപ്പാർട്ട്മെൻറ്റ് നമ്മൾ നോക്കാൻ തുടങ്ങണം. കാരണം ഇവിടെ അക്കോമഡേഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അക്കോമഡേഷൻ ക്രൈസിസ് ആണ് ആക്ച്വലി. എനിക്കറിയാം, എൻ്റെ ഒത്തിരി ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും കുറച്ച് നാൾ ഹോട്ടൽസിലൊക്കെയാണ് താമസിച്ചത്. സോ മാക്സിമം എല്ലാവരും അക്കോമഡേഷൻ നോക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നോക്കാം, ഡിലേ ആക്കരുത്. കാരണം അത് കിട്ടാതെ കുറേ പേര് ലേറ്റായിട്ട് വരുന്നവരും ഉണ്ട്. അപ്പോൾ അതാണ് എനിക്കൊന്ന് ആഡ് ഓൺ ചെയ്യാനുണ്ടായിരുന്ന കാര്യം. ഹലോ, സോ ഞാൻ വീണ്ടും വന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പാർട്ട്മെൻറ്റ് വീഡിയോ. നിങ്ങൾക്ക് അപ്പാർട്ട്മെൻറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചെറിയൊരു അപ്പാർട്ട്മെൻറ്റാണ്, നമ്മൾ 5 പേരാണ് ഇവിടെ താമസിക്കുന്നത്. ഇനി എന്ത് തരം കണ്ടൻസ്, ജർമ്മനി റിലേറ്റഡ് എന്തെങ്കിലും കണ്ടൻസ് ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ, അതുപോലത്തെ കണ്ടൻസ് ഒക്കെ എടുക്കാൻ ട്രൈ ചെയ്യാം സമയം പോലെ. ഉറപ്പൊന്നുമില്ല. ഞാൻ എന്തായാലും ഇവിടെ 2 ദിവസം മുന്നേ ക്ലീനിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ അപ്പാർട്ട്മെൻറ്റ്, എൻ്റെ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം.
ഞാൻ എങ്ങനെയാണ് താമസിക്കുന്നത് കുറേ പേര് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് എല്ലാവരും ഒരുമിച്ചാണോ അതോ ഒറ്റയ്ക്കാണോ എന്നൊക്കെ കുറേ എൻക്വയറീസ് വന്നായിരുന്നു. പിന്നെ വീഡിയോ എടുക്കുകയാണെങ്കിൽ എൻ്റെ റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും പിന്നെ ചോദിക്കുന്നവർക്കും കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്നും പറയാറുള്ള പോലെ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനി നെക്സ്റ്റ് എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.